കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അടുത്തടുത്ത് പല പല രോഗങ്ങളുണ്ടായിട്ടുള്ളവരെ, ആശുപത്രി അഡ്മിറ്റ് ചെയ്തവർ, തിരിച്ചു വന്നിട്ടുള്ളത് എന്തിനും പഴയതുപോലെ ആരോഗ്യം വരാത്തവരെ, പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരെ, ദൈവം എങ്ങനെയെങ്കിലും ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരടി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിച്ച ഞങ്ങളുടെ തിരുസന്നിധിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ കണ്ണുകൾക്കെന്ന പോലെ, ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കെന്ന നോക്കുന്ന പോലെ ആദ്യമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയ നീ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ, നീ എന്തിനു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പരിശ്രമിക്കുന്നുവോ അത് നേടിയെടുക്കുന്നതിന് നിനക്ക് കഴിവുകളോ നിനക്ക് അതിനുള്ള ത്രാണികളോ ഇല്ലെങ്കിൽ കർത്താവ് തന്നെ നിൻ്റെ കൂടെ വരികയും ശക്തിപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുക. കർത്താവ് ജോഷുവോട് പറഞ്ഞ പോലെ ശക്തനും ധീരനുമായിരിക്കുന്ന ആലോചന പോലെ കർത്താവെ അങ്ങനെ മക്കളോട് നിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. കർത്താവ് നിന്നെ ആശീർവദിക്കുന്നു. നീ അനുഭവം നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് അരുളി ചെയ്ത പോലെ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രതിസന്ധി നാളെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകത്തില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സന്നിധിയിൽ കരുത്ത് പ്രാപിക്കുക. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരായി നീക്കുക. ആമേൻ.